എന്റെ ബ്രദർ മാത്രല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ നിശാന്ത്. അല്ലേടാ ഏട്ടാ? അല്ല, അത് ഈ കല്യാണം കഴിയുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് എല്ലാം മഹി മാത്രമായിരിക്കും. അല്ല, ഇപ്പൊ തന്നെ സദാസമയം മഹിയെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഇത് കണ്ട അടുക്കളക്കാരികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടിരിക്കുന്ന വണ്ടിയല്ല. അടുക്കളക്കാരികൾ കാറിൽ ഞെളിഞ്ഞിരുന്നേ ചന്തയ്ക്ക് പോകും. സൂപ്പർ. വേണമെങ്കിൽ ഞാനൊരു ഹെലികോപ്റ്റർ കൂടി വാങ്ങിച്ചുതരാം. അതാകുമ്പോ പറന്നു നടക്കല്ലോ. ഞങ്ങൾ നടന്നു പോന്ന അപ്പോഴേ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനാ ഞങ്ങൾ നിർബന്ധിച്ച്? ഇപ്പോ ഒരു ആവശ്യമില്ലാതെ വായിന്ന് കേൾക്കേണ്ടി വന്നില്ലേ? അല്ല, ഞാനിവരൊന്നും നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഇവിടെ ഇന്ന് ഗസ്റ്റുകൾ ഉണ്ടാവും. അവർ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. തമ്പുരാട്ടിമാര് ഇനിയും പുറപ്പെട്ടില്ലേ? റോഡിൽ ഇറങ്ങി നിന്ന ബസ്സോ ഓട്ടോയോ കിട്ടും. അതീ കയറി പച്ചക്കറി വാങ്ങാൻ പോയാ മതി. നിന്ന് കറങ്ങാതെ ഗസ്റ്റുകൾ വരും മുമ്പ് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. വായി നോക്കി നിക്കാതായി. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. വണ്ടി എടുത്തോണ്ട് പോടാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്തു പറ്റി? നിർത്ത്. ഈ വീട്ടിലെ സെർവന്റുമാരാ. ഞാൻ അവളുമാരെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ. അച്ഛാ, ഞാനുണ്ടച്ചാ. എങ്ങോട്ടാണാവോ എഴുന്നള്ളുന്നത്? മാർക്കറ്റിലേക്കാ. മഹി സാറിന്റെ വീട്ടിലെ അടുക്കളക്കാരിയല്ലേ നീ? ഓ, മീനും പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോവായിരിക്കും. ഇതാരാടി നിനക്കൊരു അസിസ്റ്റന്റ്? ഇതെന്റെ അമ്മയാ. ഓ, ഇതാണല്ലേ മിണ്ടാട്ടം ഇല്ലാത്ത നിന്റെ തള്ള. കൊട്ടാരം കൊലക്കേസ് പ്രതിയുടെ ഭാര്യ. ദക്ഷ പ്ലീസ്, ഞങ്ങൾ പൊക്കോട്ടെ. കോൺഫറൻസിനൊന്നും പോവല്ലോ നീ? ചന്തയിന്ന് ചത്തളഞ്ഞ മീൻ വാങ്ങിക്കാൻ പോവല്ലേ? അല്ല, എനിക്കൊരു സംശയം. നിന്റെ ഈ ദരിദ്രവാസി തള്ളക്കേ ജന്മനാ മിണ്ടാൻ ത്രാണിയില്ലാത്തതാണോ? അതോ നിന്റെ തന്ത ചെയ്ത അരും കൊലകൾ കണ്ടിട്ട് നാക്ക് താന്നു പോയതാണോ? ഇങ്ങോട്ട് മാറുന്നേ. മോക്കം അടച്ച് ശരിക്കും ഒരെണ്ണം കിട്ടിയാലുണ്ടല്ലോ നിന്റെ സംസാരശേഷി നഷ്ടപ്പെടും. കാണണോ നിനക്ക്? എടി, ആദ്യം പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. പണം മാത്രം ഉണ്ടായ പോരാ, സംസ്കാരവും വേണം. ഓ, വലിപ്പ ചെറുപ്പം ഇല്ലാതെ ആളുകളോട് പെരുമാറാൻ പഠിക്കണം. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന നിന്നെ പോലുള്ളവർക്കേ അതൊന്നും കാണില്ല. അമ്മ വാ, ഇനി ഇവിടെ നിന്ന് എന്റെ സർവ്വ നിയന്ത്രണവും പോവും. ചിലപ്പോ ഞാൻ ഇവിടെ കാരണക്കുച്ചി അടിച്ച് പൊളിച്ചൊന്നും വരും.
നീ ഇപ്പൊ പോയിക്കോ. ഈ ദക്ഷ ആരാന്ന് കാണിച്ചു തരാം. അവളെന്തിനാ അവിടെ വന്നത്? ആ വീടുമായിട്ടുള്ള അവളുടെ ബന്ധം എന്താ? ഇനി മഹിസാറിന്റെ വീട് അന്വേഷിച്ചു വന്നേയിരിക്കോ? ഇന്ന് നമുക്ക് വണ്ടിയും വള്ളമൊന്നും ഇല്ല. വിരുന്നുകാരൊക്കെ എത്തുന്നതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങി അങ്ങ് എത്തണം. അല്ലെങ്കിൽ ഇനി അതിന്റെ പേരിലായിരിക്കും. അതെ, ഭാവി എളിയന്റെ ഫോട്ടോ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ നീ നേരിട്ട് എന്നെ കൊണ്ടുവന്നിരിക്കണോ? എന്തിനാണ് ഈ സസ്പെൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും മൊത്തത്തിൽ സെറ്റപ്പ് കൊള്ളാം. വീട് മാത്രല്ല, ഇവിടെ ഉള്ളവരും സെറ്റാ. എന്റെ പെണ്ണുകാണ ചടങ്ങിന് ഏട്ടൻ വന്നില്ലായിരുന്നല്ലോ. ഇവിടെ എനിക്ക് കിട്ടുന്ന സ്വീകരണം കാണുമ്പോ എല്ലാം മനസ്സിലാവും. എന്തായാലും നീ ഇറങ്ങ. മോളെ, ആന്റി കൃത്യസമയത്ത് തന്നെ എത്തി. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തില് നീയും എന്നെ പോലെ തന്നെയാ. അല്ല, ഇതെന്റെ ബ്രദറാ നിശാന്ത്. ഹായ്. എന്റെ ബ്രദർ മാത്രല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ നിശാന്ത്. അല്ലേടാ ഏട്ടാ? അല്ല, അത് ഈ കല്യാണം കഴിയുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് എല്ലാം മഹി മാത്രമായിരിക്കും. അല്ല, ഇപ്പൊ തന്നെ സദാസമയം മഹിയെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ദക്ഷമോളെ, രണ്ടുപേരും അകത്തേക്ക് വാ. എനിക്ക് മോളോട് കുറെ സംസാരിക്കാനുണ്ട്. വാ വാ മോളെ. ഈ നിശാന്തൻ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത്? ഈ രണ്ട് പിശാചുകളെ ഞാൻ സഹിക്കണമല്ലോ. ഇവരുടെ കണ്ണിപ്പെടാതെ എങ്ങോട്ടെങ്കിലും മാറിയിരിക്കാം.